എതിർക്കപ്പെടുന്നു. ഉള്ള വിഷയം വിശുദ്ധ ഖുർആനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയത്തിന് ഒതുക്കി തന്നെ ഞാനിത് ചുരുക്കാം. കുറെയൊക്കെ മനസ്സിലായല്ലോ. അല്ലാഹു തആലാന്റെ കലാം വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൽ പിന്നെ 1000 കൊല്ലത്തോളം ലോകത്തെ ഒരു പണ്ഡിതനോ ഒരു ഇമാമോ ഇസ്ലാം പ്രചരിപ്പിക്കൽ അത്യാവശ്യമായിരിക്കെ, വേദം പ്രചരിപ്പിക്കൽ അത്യാവശ്യമായിരിക്കെ, അനേകം ഭാഷക്കാരും രാഷ്ട്രക്കാരും എല്ലാ ഇസ്ലാമികേതര സാമ്രാജ്യങ്ങളും തട്ടിത്തകർത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കൂലം കുത്തി ഒഴുകിയിട്ട് മുസ്ലിമീങ്ങൾ വർദ്ധിച്ചിരിക്കെ, ഇതര ഭാഷക്കാരായ ആളുകൾക്ക് വേദം പഠിപ്പിക്കാൻ വേണ്ടി ഉലമാക്കളോ പണ്ഡിതന്മാരോ ഖുലഫാ റാഷിദുകളോ ഖുലഫാക്കളോ മുസ്ലിം ഖലീഫമാരായി അറിയപ്പെടുന്ന മുസ്ലിം ഭരണാധികാരാണോ ഒരു കാലത്തും ഖുർആൻ പരിഭാഷ എന്നവരിടപാടിനെ ഒരിക്കലും വെച്ചുപൊറുപ്പിച്ചിട്ടില്ല, നടത്തിയിട്ടുമില്ല. നടത്തിയേറെ കാലം 1000 വർഷം പിന്നിട്ടിട്ടാണ് അന്നൊക്കെ ഉലമാക്കൾ എതിർത്തിട്ടുമുണ്ട് എല്ലാ ലോകത്തും. അപ്പൊ ഇതൊരു എന്തോ കൊണക്കേട് പിടിച്ച സംഗതി തന്നെയാണല്ലോ. എല്ലാ ഉലമാക്കൾക്കും സ്വാർത്ഥംഭരികളായിട്ട് തന്നെ എല്ലാവരും കൂട്ടാൻ പറ്റുമോ? എല്ലാ ഉലമാക്കളെയും ഈ കഴിഞ്ഞ കാലത്തെ സ്വഹാബത്ത്, താബിഈങ്ങള്, താബിഈങ്ങൾ ഇതൊക്കെ ഖുർആൻ പഠിക്കരുത് എന്നുള്ള ചിന്തക്കാരാ. ഇപ്പൊ കേരളത്തിലുള്ള ഉലമാക്കളെ പറ്റി പറയുകയാണെങ്കിൽ തർക്കമില്ല, സമ്മതിക്കാം. കാരണം പെട്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാര് എന്തുലമാക്കൾ എന്നറിയുന്നവരെന്നെ ശരി. നമ്മളെ കേരളത്തിലിരിക്കട്ടെ, ലോകത്തെ ഉലമാക്കൾ എവിടെയും ഇതില്ലല്ലോ. എല്ലാവരും ഇതിനെ എതിർത്തിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഉലമാക്കളെല്ലാം എതിർത്തിട്ടുള്ള ഇതിനെ എന്ത് അർത്ഥത്തിലാണ് ഉലമാക്കൾ ഇതിനെ എതിർക്കുന്നത് എന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ അതിന്റെ സത്യാവസ്ഥ വസ്തുത മനസ്സിലാക്കണമെന്നുള്ള നിഷ്പക്ഷ ബുദ്ധികൾക്ക് വേണ്ടി മാത്രം ഒരൽപ്പം വിവരിക്കാം. എല്ലാവരും സമ്മതിക്കുന്നു ഖുർആൻ പരിഭാഷക്ക് വഴങ്ങുന്നില്ല, പരിഭാഷക്ക് വഴങ്ങുന്നില്ല, പരിഭാഷ ഖുർആനല്ല. ഇതെല്ലാവരും സമ്മതിക്കും. ഖുർആൻ പരിഭാഷക്ക് വഴങ്ങുന്നില്ല. NP ടൗൺ ഹാളിൽ CN അഹമ്മദ് മൗലവി MSS അവാർഡ് KG രാഘവൻ നായർക്ക് NP മുഹമ്മദ് നൽകുന്നു. KV കുഞ്ഞഹമ്മദ്, ഡോക്ടർ MM ബഷീർ തുടങ്ങിയവരൊക്കെ സമീപമുണ്ട്. ഇപ്പൊ കുറച്ച് വലുതാ പരിപാടി. 998 നടന്നതാ. ഈ ടൗൺ ഹാളിൽ നടന്നു. അതിലെന്താ? ഖുർആൻ പരിഭാഷക്ക് വഴങ്ങുന്നില്ല. ഖുർആൻ പരിഭാഷക്ക് വഴങ്ങുന്നില്ലെന്നും ഇസ്ലാമിക ദർശനങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടില്ലെന്നും പ്രസിദ്ധ സാഹിത്യകാരൻ NP മുഹമ്മദ് പറഞ്ഞു. ടൗൺ ഹാളിൽ CN അഹമ്മദ് മൗലവി MSS എൻഡോമെന്റ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഘവൻ നായർക്ക് കൊടുത്തിട്ട് സംസാരിക്കാം. പരിഭാഷക്ക് വഴങ്ങുന്നില്ല ഖുർആൻ. ഇതെല്ലാവരും സമ്മതിക്കുന്നു, പരിഭാഷക്ക് വഴങ്ങുന്നില്ല ഖുർആൻ. ഖുർആൻ പരിഭാഷയല്ല. അതിപ്പോ നമ്മൾ ഷബാബിന്റെ വായിച്ചപ്പോഴും കണ്ടില്ലെങ്കിൽ ആ വഴലൈനാണല്ലോ. പരിഭാഷയെ ഖുർആൻ എന്ന് പറയരുത്. മലയാളം ഖുർആൻ, ഇംഗ്ലീഷ് ഖുർആൻ എന്ന് പറയും. നമ്മൾ പറയാതിരുന്നിട്ട് ഫലമുണ്ടോ? നമ്മൾ പുറത്തിറക്കിയാൽ വായിക്കണ ആ മുസ്ലിം പറയില്ലേ, പറഞ്ഞില്ലേ? ഇസ്ലാമിനെ വിമർശിക്കുമ്പോ ഇടമറുക എഴുതിയ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന ഗ്രന്ഥത്തിൽ എങ്ങനെയാ അദ്ദേഹം എഴുതിയത്? മലയാള ഖുർആൻ, CN ഖുർആൻ, KV ഖുർആൻ, ഇംഗ്ലീഷ് ഖുർആൻ അല്ലേ? ഇംഗ്ലീഷ് ഖുർആൻ, മലയാളം ഖുർആൻ, KV ഖുർആൻ, CN ഖുർആൻ എന്ന് എഴുതിയില്ലേ ഇടമറുക? മറ്റു ഭാഷക്കാരൊക്കെ ഇത് വായിക്കൂലേ? നമ്മൾ ഖുർആനാണ് പറയുന്നില്ല, നമ്മളെ ഗ്രന്ഥം എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? കാണുന്നവൻ ഖുർആൻ പരിഭാഷയെ, ഖുർആൻ ഭാഷ മാറിയാൽ ആ ഭാഷ മാറിയ ഖുർആൻ എന്ന് പറയും. അപ്പൊ എല്ലാവരും അത് പറയും, നമ്മൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് പറയില്ല. പക്ഷേ പരിഭാഷക്ക് വഴങ്ങൂല, പരിഭാഷ ഖുർആൻ അല്ല എന്ന് മുസ്ലിമീങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നു. മറ്റൊരു ഭാഷാ ഗ്രന്ഥത്തിന് ഇതില്ലല്ലോ. ഏത് ഗ്രന്ഥമാണെങ്കിലും ശരി, ആ ഗ്രന്ഥത്തിന്റെ പരിഭാഷയെ ആ ഗ്രന്ഥമായും ആ ഗ്രന്ഥകാരന്റേതായും അല്ലേ പറയാ. ഡിസ്കവറി ഓഫ് ഇന്ത്യ, നെഹ്റുവിന്റെ ഗ്രന്ഥല്ലേ? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന അതിന്റെ പരിഭാഷ കൊടുക്കുമ്പോ ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, വിവർത്തകൻ ഇന്നാള്, ഇങ്ങനെയല്ലേ കൊടുക്കുള്ളൂ. അങ്ങനെ സാധാരണ കാണാം. വാട്ട് ഈസ് ആർട്ട്? ടോൾസ്റ്റോയിയുടെ ഗ്രന്ഥം. എന്താണ് കല? എന്താണ് കല എന്ന് പരിഭാഷപ്പെടുത്തുമ്പോ ഈ ഇംഗ്ലീഷ് ഗ്രന്ഥത്തിന് എങ്ങനെയാ പറയാ? എന്താണ് കല? ടോൾസ്റ്റോയ്. വിവർത്തനം കെടാകുളം ഫുലാൻ, ഇങ്ങനെ പറയാ. അപ്പൊ എന്താ മനസ്സിലാകുന്നത്? ഏത് ഗ്രന്ഥമാവട്ടെ ആ ഗ്രന്ഥം മൊഴിമാറ്റം നടത്തിയാൽ അസൽ ഗ്രന്ഥമായും അസൽ ഗ്രന്ഥകാരന്റെ ഗ്രന്ഥമായുമാണ് പറയുക. എന്ന മാതിരി ഖുർആന്റെ തർജമ അള്ളാഹുവിന്റെ കലാം, വിവർത്തകൻ ഇന്നാള് പറയണ്ടേ? അള്ളാഹുവിന്റെ കലാം തന്നെ ആവണം വിവർത്തനം. മൂലം ഒഴിവാക്കിയാലും വിവർത്തനം. അള്ളാഹുവിന്റെ ഖുർആൻ, ആ അള്ളാഹുവിന്റെ ഖുർആൻ ഇന്നാള് എന്നെന്താ പറയാത്തത്? ഖുർആനെ മാത്രം എന്താ അങ്ങനെ പറയാത്തത്? അവിടെയാണ് വിശുദ്ധ ഖുർആൻ
കേവലം ഒരു ഗന്ധമല്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഗന്ധമല്ല ഖുർആൻ. ഒരു ഗന്ധം എന്ന് പഠിച്ചാൽ പോരാ വിശുദ്ധ ഖുർആനിന്. വിശുദ്ധ ഖുർആന്റെ പ്രാരംഭവാക്യമായ ഫാത്തിഹ എന്നത് ഒരു പ്രതിജ്ഞാവാക്യമായി പ്രാരംഭ പ്രാർത്ഥനയായി നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആനിന്റെ ഒന്നാമത് പഠിപ്പിക്കുന്ന ഭാഗം എന്താണ്? സൂറത്തുൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ വാക്യമല്ലേ വിശുദ്ധ ഖുർആൻ എന്താകുന്നു എന്നാണ് ഖുർആൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഫാത്തിഹ സൂറത്താണല്ലോ അതിന്റെ തൊട്ടപ്പുറം. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്ന ഒരു മനുഷ്യന്, വായിക്കാൻ ആരംഭിക്കുന്ന ഒരു മനുഷ്യന് ആദ്യം മുതൽ പഠിപ്പിക്കുന്നത്, ആദ്യം ഖുർആൻ പഠിപ്പിക്കുന്നത്, ഖുർആൻ മുഴക്കുന്നത് അലിഫ് ലാം മീം. നിങ്ങൾ ഉപയോഗിക്കുന്ന അലിഫും ലാമും മീമും തന്നെയാണ് ഇതിലും. പക്ഷേ കേവലം അലിഫും ലാമും മീമും തിരിയുന്ന ആളുകൾക്കൊക്കെയും ഇതിന് തുല്യമായ ഗന്ധം കൊണ്ടുവരാൻ കഴിയില്ല. ഇത് അമൂല്യ ഗന്ധമാണ്, അതുല്യ ഗന്ധമാണ്, നിസ്തുല ഗന്ധമാണ്, അമാനുഷ ഗന്ധമാണ്, സൃഷ്ടികൾക്കതീതമായ ഗന്ധമാണ്. അലിഫുൽ ലാമും മീമും തന്നെ. ദാലികൽ കിതാബ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അത്, അൽ കിതാബ്, അതാണ് വേദം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് വേദം. വേദലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തോട് സംസാരിക്കുന്നു. ദാലികൽ കിതാബ്, അതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അത്, അൽ കിതാബ്, അതാണ് വേദം. ലാ റൈബ ഫീഹി, ഇത് അള്ളാഹുവിന്റെ വേദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടമില്ല. നിസ്സംശയം ഖുർആൻ തന്നെ തെളിയിക്കും ഇത് അള്ളാഹുവിന്റെ വേദബന്ധമാകുന്നു എന്ന്. ഹുദൽ ലിൽ മുത്തഖീൻ, ഇതിന്റെ ലക്ഷ്യമെന്ത്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കും അതിന് തയ്യാറാകുന്ന ആളുകൾക്കും വഴികാട്ടുക എന്നതാണ് ഇതിന്റെ ധർമ്മവും കർത്തവ്യവും. അത് പിന്നീട്. അപ്പൊ വിശുദ്ധ ഖുർആൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? 4 വാക്യങ്ങൾ. അലിഫ് ലാം മീം. അലിഫും ലാമും മീമും തന്നെ. ഒരക്ഷരവും നിങ്ങൾ ഉപയോഗിക്കാത്തതില്ല. അറബി അക്ഷരമാലയിലെ 28-29 അക്ഷരത്തിൽ നിന്ന് ഭിന്നമായ ഒരക്ഷരം ഇതിലില്ല. നിങ്ങൾക്ക് തിരിയാത്ത സാധാരണമായിട്ടുള്ള ഒരു വാക്ക്, സാധാരണമായ വാക്കിലപ്പുറം അപരിചിതമായ ഒരു വാക്ക് ഇതിലില്ല. എന്നിട്ടും ഇത് സാധാരണ ഗന്ധമല്ല, സൃഷ്ടികൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഗന്ധമല്ല, സൃഷ്ട്യാതീതമായ ഗന്ധമാണ്, ദിവ്യഗ്രന്ഥമാണ്. ദാലികൽ കിതാബ്, വേദഗന്ധം ഇതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് വേദഗന്ധം. വേദഗന്ധമാകുന്നു, മനുഷ്യാതീത ഗന്ധമാകുന്നു, സൃഷ്ട്യാതീത ഗന്ധമാകുന്നു, അള്ളാഹുവിന്റെ കലാമാകുന്നു, അള്ളാഹുവിന്റേതാണ് എന്നതിന് ശക്തമായ തെളിവും നിസ്സംശയം തെളിയിക്കുന്ന ഖണ്ഡിതമായ തെളിവുമുള്ള വേദം. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ വേദമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണെന്നതിനുള്ള തെളിവ്. ഏതൊരു നബിയെയും അല്ലാഹു തആല അയക്കുമ്പോ, റസൂലായി അയക്കുമ്പോ, ആ റസൂലിനെ ആ സമുദായത്തിന് ആരിലേക്കാണോ അല്ലാഹു അയക്കുന്നതെങ്കിൽ ആ സമുദായത്തിന് തെളിയിക്കാൻ പറ്റുന്ന സൃഷ്ട്യാതീതമായ തെളിവുകളുമായി മുഅ്ജിസത്തുകളുമായി അല്ലാതെ അല്ലാഹു തആല ജനതയിലേക്ക് മുർസലീങ്ങളെ അയച്ചിട്ടില്ലല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുന്നതോ ലോകരിലേക്കൊട്ടാകെ, ഏതു ലോകരിലേക്കും, സർവ്വലോകരിലേക്കും, അന്ത്യനാൾ വരെയുള്ള സകല ലോകരിലേക്കും, ഈ ലോകരിലേക്കൊക്കെയും റസൂലായി അയക്കുമ്പോ ആ ലോകർക്കൊക്കെയും അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹു അയച്ചതാണ് എന്നെ എന്ന് വെറും കൈയോടെ ചെന്നുകൊണ്ട് പറയാൻ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് പറ്റുമോ? അങ്ങനെ അള്ളാഹുവിന്റെ സമ്പ്രദായമുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ സുന്നത്തിനെതിരാണിത്. അതുകൊണ്ട് തന്നെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനം വരെയും ഞാൻ റസൂലാണ് എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഗന്ധമാകുന്നു അല്ലാഹു തആലാന്റെ ദിവ്യഗന്ധം. ഈ ഗന്ധമാകുന്നു നബി റസൂലാണെന്നതിനുള്ള തെളിവ്. കേവലം ഒരു വേദം എന്ന സ്ഥാനം മാത്രം പോരാ. ലാ റൈബ ഫീഹി, ആ വേദം അള്ളാഹുവിൽ നിന്നാകുന്നു എന്നതിൽ സംശയമേ ഇല്ലാത്തവണ്ണം ഖണ്ഡിതമായി തെളിയിക്കുന്ന ഗന്ധം എന്നത് തൗറാത്തിനില്ല, ഇഞ്ചീലിനില്ല, സബൂറിനില്ലാത്ത ഏറ്റവും സുന്ദരമായ ഒരു ഗുണമാണ്. ആവശ്യവും ഇതിനേ ഉള്ളൂ. മറ്റ് ഗന്ധങ്ങളെല്ലാം അതത് പ്രവാചകന്മാരുടെ കാലത്ത് ബനു ഇസ്രായേലിലേക്ക് മാത്രമായിരുന്നു. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല, സർവ്വലോകർക്കുമാണ്, അന്ത്യനാൾ വരേക്കുമാണ്. ആ
ലോകർക്ക് മുഴുവൻ അന്ത്യനാൾ വരേക്കും നബിയാണ് റസൂലാണെന്നതിന്റെ മുഅ്ജിസത്തായിക്കൊണ്ട് അല്ലാഹു തആല ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, വേദമാണെന്ന് തെളിയിക്കുന്ന ഈ ഇജാസിന്റെ ഗുണം, സൃഷ്ട്യാതീത ഗുണം, മനുഷ്യാതീത ഗുണം, അല്ലാഹുവിന്റെ കലാമാണെന്ന ഗുണം വളരെ വ്യക്തമായുള്ള ഖുർആനിനെയാണ് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകിയത്, ഈ ഉമ്മത്തിന് നൽകിയത്. താമത്ത് ലദൈനാ ഫഫാഖത്ത് കുല്ല മുഅ്ജിസതി മിനൻ നബിയ്യീന ഇദ് ദാമത് വലം തദുനി. എത്രയെത്ര അമ്പിയാക്കന്മാരും എത്രയെത്ര മുസ്ലിങ്ങളും കഴിഞ്ഞുപോയി, അവർക്കുള്ള മുഅ്ജിസത്തുകളും കഴിഞ്ഞുപോയി. അതൊക്കെ അവരുടെ കാലത്തോടെ അവസാനിച്ചു. കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിരുന്നു നബിയുടെ കയ്യിലിരുന്ന്. വെള്ളപ്പാണ്ടും കുഷ്ഠരോഗവും മാറ്റിയിരുന്നു ഈസാ നബി അലൈഹിസ്സലാം. വടിയിട്ടപ്പോ പാമ്പായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. പക്ഷെ ഇതൊക്കെ നമുക്ക് കഥയാണ്, ചരിത്രമാണ്. നമ്മൾ ഖുർആനിൽ നിന്ന് വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കാണുന്നില്ല, അനുഭവിക്കുന്നില്ല. അനുഭവവേദ്യമായിട്ടുള്ള തെളിവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് എന്നെന്നും നിലനിൽക്കുന്ന തെളിവ്. ദാമത്ത് ലദൈനാ, നമുക്കിടയിൽ ഇത് നിത്യമായി നിലനിൽക്കുന്നു. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീൻ, നബിമാരുടെ മുഴുവൻ മുഅ്ജിസത്തുകൾക്കും മികച്ചു നിൽക്കുന്ന ഏറ്റവും ഉന്നതമായ മുഅ്ജിസത്ത്. ഇത് ദാമത്ത് വലം തദുമി, മറ്റെല്ലാം കഴിഞ്ഞല്ലോ. എത്ര വലിയ മുഅ്ജിസത്തായാലും ഇത് കഴിഞ്ഞില്ലല്ലോ. പോരാ, കഴിഞ്ഞില്ല എന്നാലും പോരാ, ഏതു കാലത്തും എന്നും പ്രസക്തമായ വെല്ലുവിളി, ആ വെല്ലുവിളി നിലനിൽക്കുന്ന മുഅ്ജിസത്തിന്റെ പ്രത്യേകതയാണ്. ആ മുഅ്ജിസത്തുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ ഈ ഇജാസ് എന്ന ഗുണം, അതായത് സൃഷ്ടികൾക്കാർക്കും ഇതിന് സമാനം ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് ഖുർആന്റെ മൊത്തം. പോരല്ലോ, ഖുർആന്റെ വെല്ലുവിളി അങ്ങനെയല്ല. ഖുർആന്റെ വെല്ലുവിളി, അവസാന വെല്ലുവിളി, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി. വിശുദ്ധ ഖുർആനിന് തുല്യമായിട്ടുള്ള, വിശുദ്ധ ഖുർആന്റെ ചെറിയ അധ്യായങ്ങൾക്കെങ്കിലും തുല്യമായിട്ടുള്ള ഒരു ചെറിയ അധ്യായം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇത്രയും ചെറിയ അധ്യായം, വളരെ ചെറിയ അധ്യായമല്ലേ? ഇതിനു സമാനമായിട്ടുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ. സാധ്യമല്ല, സാധ്യമല്ല. ജിന്നുകളെയും ഇൻസുകളെയും ഒന്നിച്ചു വിളിച്ചു കൂട്ടിയിരുത്തി ശ്രദ്ധിച്ചു നോക്കൂ. സാധ്യമല്ല, സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഇതിന് സമാനമായി ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ വിശുദ്ധ ഖുർആനിന്റെ ഇജാസ് അതിന്റെ മുഴുവൻ കോർവയിലും, അതിന്റെ ആദ്യന്തം, അതിന്റെ എല്ലാ അംശങ്ങളിലും നിലകൊള്ളുക. തല മുതൽ അവസാനം ഖുൽ റബ്ബിൻ നാസ് സൂറത്തിന്റെ അവസാനം വരേക്കുള്ള മുഴുവൻ വാക്യങ്ങളും അതിന്റെ ശരി കോർവയിൽ, അതിന്റെ ആശയവും അതിന്റെ പദങ്ങളും ചേർന്നുള്ള ആ സമുച്ചയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത എന്ന ആ ഗുണം ഉൾക്കൊള്ളുന്നു. അമാനുഷികത എന്നാൽ എന്താ? ഒരു ഭാഷയിലും ഇതിനു സമാനം ഒരു കൊച്ചു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയില്ല. ഒരു ഭാഷയിലും ഇതിന് സമാനം കൊണ്ടുവരാൻ കഴിയില്ല. ആ വിഷയം മാത്രം നമുക്ക് സംസാരിച്ച് നീങ്ങാൻ കഴിയില്ല. നമ്മളിത് വിശദീകരിച്ചൊരൽപ്പം പോവാ വിഷയം. ഈ ഖുർആനിന്റെ ഇജാസ് എന്ന ഗുണം അത് അറബിയാവുക എന്നതുമായി ബന്ധപ്പെടുത്തിയാണ് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. ഏതു ഭാഷയിലും അല്ലാഹു മുഅ്ജിസായി നൽകിയാൽ ആവാം. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ ഇജാസ് അല്ലാഹു തആല അറബിയായ ഖുർആൻ എന്ന നിലയിലാണല്ലോ അല്ലാഹുവിന്റെ സംവിധാനം. അല്ലാഹു ആ വിധത്തിലാണല്ലോ ഒരുക്കിയത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. സൂറ യൂസുഫ്. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. സൂറ സുഖ്റുഫ്. وهذا الكتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. أحقاف. نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين. شعراء. ولقد ضربنا للناس في هذا القرآن من كل مثل لعلهم يتذكرون. قرآنا عربيا غير ذي عوج لعلهم يتقون. അള്ളാഹുവിന്റെ റസൂൽ ജസീറത്തുൽ അറബിൽ മാത്രം കുടിക്കൊള്ളുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലെ അറബികൾ, റസൂലും അറബി. ഈ അറബിയായ റസൂലിലൂടെ അറബിയായ സമൂഹത്തിൽ
അറബിയായ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്കൊട്ടാകെയായിട്ടുള്ള ദിക്റായി അവതരിപ്പിക്കാണല്ലോ. ദിക്റുൽ ലിൽ ആലമീൻ, അഖില ലോകർക്കുമുള്ള ദിക്റ്, എല്ലാ ലോകർക്കുമുള്ള ഉദ്ബോധനം എന്ന അല്ലാഹു തആലാന്റെ ആ ദിക്റിനെ അറബിയായ റസൂലിനെ അറബിയായ സമൂഹത്തിൽ ആദ്യം ഓതിക്കൊടുത്ത് സംസ്കരിച്ച് വളർത്താൻ നിയോഗിച്ചുകൊണ്ട് അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയപ്പോൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അതിന്റെ ആ ഭാഷയിലാണ് അല്ലാഹു അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. അത് മാറ്റിയാൽ അറബി ഭാഷ മാറ്റിക്കൊണ്ട് മറ്റൊരു ഭാഷയിലേക്ക് അതിനെ നീക്കുമ്പോൾ അല്ലാഹു ഒരുക്കിയിരിക്കുന്ന ആ ഇഅ്ജാസിന്റെ ഗുണം തകിടം മറിയും. വസ്തുതകൾ മനസ്സിലാക്കി. നിങ്ങൾ അറബിയായ ഖുർആൻ അജമിയായ ഒരാളെ അല്ലാഹു തആലക്ക് അയച്ചൂടാ. അയക്കാലോ? അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതിന്റെ എല്ലാ ഗുണവും അല്ലാഹു അറബിയിലാ വെച്ചത്. നോക്കി നിങ്ങൾ ഖുർആനെ, അതിന്റെ ലാളിത്യം എല്ലാവർക്കും തിരിയും. ഖുർആൻ വേഗം മനസ്സിലാവും. ഖുർആൻ എല്ലാവരും പറയുന്നു വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഉദ്ബോധനത്തിന് നല്ല ലളിത. ഫഹൽ മിൻ മുദ്ദക്കിർ, ഉദ്ബോധനം ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവരും പറ്റുന്നവരും വേണ്ടേ? ആരോ ഉണ്ടോ എന്ന് 4 വട്ടം സൂറത്തുൽ ഖമറിൽ അല്ലാഹു ഇത് ആവർത്തിക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഉദ്ബോധനത്തിന്. ഈ ഉദ്ബോധനം കൊള്ളാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ നല്ല ഉദ്ബോധനം മനസ്സിലാക്കാം, പാഠം ഉൾക്കൊള്ളാം, വളരെ ലളിതം. പക്ഷെ ഈ ലളിതം അല്ലാഹു തആല എവിടെയാ വെച്ചത്? ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക لتبشر به المتقين وتنذر به قوما لدا. സൂറത്തുൽ ഇസ്രാ. തങ്ങളുടെ ഭാഷയായ അറബിയിലാണ് ഇതിന്റെ ലാളിത്യം. അറബി ഭാഷയിലാണ് ഇതിന്റെ ലാളിത്യം. ഇന്നമാ യസ്സർനാഹു ബിലിസാനിക്, വിശുദ്ധ ഖുർആന്റെ ലാളിത്യം നാം ഒരുക്കിയിരിക്കുന്നത് തങ്ങളുടെ ഭാഷയായ അറബിയിൽ മാത്രമാണ്. فإنما يسرناه بلسانك لعلهم يتذكرون. ലോകത്തുള്ള പ്രവിശാലമായ ലോകത്തുള്ള മുഴുവൻ ഭാഷക്കാരും ഉത്ബോധനം കൊള്ളാൻ, പാഠം ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ ഉദ്ദേശിച്ച് തങ്ങളുടെ ഭാഷയായ അറബിയിൽ മാത്രമാണ് നാം ഇതിനെ ലളിതമാക്കി ഒരുക്കിയിരിക്കുന്നത്. അറബി വിട്ടാൽ ആ ലാളിത്യമില്ല. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷമായ ആ ലാളിത്യം എന്ന ഗുണം അറബിയിൽ മാത്രമാണ്. അനറബിയായാൽ പറ്റില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നു. വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ ഫഖറഅഹു അലൈഹിം മാ കാനൂ ബിഹി മുഅ്മിനീൻ. സൂറ ശുഅറാ. അറബിയല്ലാത്ത ഒരാളുടെ മേൽ അവതരിപ്പിക്കാൻ നാം ഉദ്ദേശിച്ചിട്ടില്ല. ആയിരുന്നെങ്കിൽ വിശ്വാസികൾ ഉണ്ടാവില്ല. വലൗ ജഅൽനാഹു ഖുർആനൻ അഅ്ജമിയ്യാ ലഖാലൂ ലൗലാ ഫുസ്സിലത് ആയാതുഹു أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. സൂറ ഫുസ്സില. അജമിയായാൽ പറ്റില്ല. എന്താ അജമി എന്ന? അനറബിയായാൽ അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. അല്ലാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. അനറബിയായ ആളുടെ മേലിലോ അനറബിയായ ഭാഷയിലോ അല്ലാഹു തആല ഖുർആൻ ഇറക്കിയാൽ വിശ്വാസികളുടെ വിശ്വാസം നടക്കില്ല. ഹിദായത്ത് നേടേണ്ടവരുടെ ഹിദായത്ത് നടക്കില്ല. അതിന്റെ ലാളിത്യവും ആശയലാളിത്യവും നാം സംവിധാനിച്ചിരിക്കുന്നത് അറബിയിലാണ്. ഇതൊക്കെ ഖുർആനിലാണ് അല്ലാഹു വിവരിക്കുന്നത്. അല്ലെങ്കിൽ തർജമക്ക് എങ്ങനെ ഖുർആൻ വഴങ്ങും? വിശുദ്ധ ഖുർആൻ റൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവായ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ഭാഷയ്ക്ക് വഴങ്ങുമോ? യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദി. സൂറ നഹ്ൽ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് റൂഹിനെ, വിശുദ്ധ ഖുർആനെ അല്ലാഹു അവതരിപ്പിക്കുന്നു. യുൽഖി റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദി. സൂറ ഗാഫിർ. റൂഹാണ് ഖുർആൻ. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان. സൂറ ശൂറ. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ പരിശുദ്ധാത്മാവാണ്. യേശു മാത്രം പരിശുദ്ധാത്മാവ് എന്ന് ചിന്തിക്കരുത്. വിശുദ്ധ ഖുർആൻ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് അല്ലാഹു എന്ത് ലക്ഷ്യമാക്കുന്നു?
ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു. ഖുർആനിന്റെ ആളുകൾക്ക് ശക്തി പകരാൻ, പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തി പകരാൻ, നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തി പകരാൻ, വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തി പകരാൻ അള്ളാഹു ഉദ്ദേശിച്ചു നൽകിയിട്ടുള്ള വളരെ പവിത്രമായ ഗുണമാണ് വിശുദ്ധ ഖുർആന്റെ റൂഹിയ്യ. ഈ റൂഹായി എന്ന അതിന്റെ പവിത്രത കൊണ്ടാണ് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. സൂറ സുമർ. വിശ്വാസികൾ, ഭയഭക്തിയുള്ള വിശ്വാസികൾ, പടച്ചവനെ പേടിയുള്ള വിശ്വാസികൾ, ആ ഹശ്യത്തുള്ള വിശ്വാസികളുടെ രോമാഞ്ചം, രോമമെടുത്തു പിടിച്ച് വിറച്ചു നിൽക്കും ഖുർആൻ കേട്ടാൽ. എന്താണ് ഇതിന്റെ മാനദണ്ഡം? എന്തുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല ഇതിനെ ഒരുക്കിയത്? വിശുദ്ധ ഖുർആന്റെ ആത്മീയ ഗുണമാണിത്. ഇത് പരിശുദ്ധാത്മാവാണ്. അൽ ഖുർആനു നൂർ, ദൈവിക വെളിച്ചം, ദിവ്യ വെളിച്ചമാണ് ഖുർആൻ. പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. ദിവ്യ വെളിച്ചം എങ്ങനെ പരിഭാഷപ്പെടുത്തും? യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും വഅൻസൽനാ ഇലൈകും നൂറൻ മുബീനാ. അൽ-അൻആം. ഖുർആനിന്റെ നൂർ. الذين آمنوا وعزروه ونصروه واتبعوا النور الذي أنزل معه. നബിയോട് കൂടെ ഇറക്കപ്പെട്ട നൂർ, ദിവ്യ വെളിച്ചം, അല്ലാഹുവിന്റെ ദിവ്യ വെളിച്ചം. ആ ദിവ്യ വെളിച്ചമായ ഖുർആൻ എങ്ങനെയാണ് നമുക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുക? കഴിഞ്ഞോ ഖുർആന്റെ രഹസ്യം? ഖുർആനിന്റെ പാരായണം. സാധാരണ ഒരു ഗ്രന്ഥത്തിന് ആർക്കും എങ്ങനെയും വായിക്കാലോ, ഓരോരുത്തർ ഓരോ നിലയിലല്ല വായിക്കുക. അങ്ങനെ ഖുർആനെ വായിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല ഖുർആനെ വായിക്കുക. ഖുർആന്റെ പാരായണം കേവലം അറബി ഭാഷയിലെ ഒരു ഗ്രന്ഥം എന്ന നിലക്ക് അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന. നാം ഓതിത്തരാം ഖുർആൻ, നാം ഓതിത്തരാം ഖുർആൻ. തങ്ങളുടെ മനസ്സിലത് ഏകീകരിച്ചിട്ട് ഉറപ്പിച്ചു നിർത്തുന്നതും നാം ഏറ്റു. എന്തേ? വഹയിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏതോ അറബി വാചകങ്ങൾ കേൾക്കുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് പാഠമിടാൻ വേണ്ടി ചൊല്ലിത്തരുന്ന ആൾക്കൊപ്പം ജിബ്രീലിനൊപ്പം നാക്കടക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. വേഗം പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നാക്കണക്കണ്ട, ഒപ്പം ചൊല്ലണ്ട. ഇന്ന അലൈനാ ജംഅഹു വഖുർആന. നാം ഓതിത്തരാം, നാം മനപ്പാഠമാക്കി തരാം, നാം ഓതിത്തരാം. അല്ലാഹു തആല ഓതിക്കൊടുത്തതാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. ആ ഓതിക്കൊടുത്ത റസൂൽ ഓതുക എന്നത് പ്രത്യേകമായി അതിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്, പഠിപ്പിക്കപ്പെട്ട ഒന്നാണ്, വഹയായി ഇറക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എല്ലാവരും വായിക്കും പോലെ അറബ് വായിക്കാൻ പറ്റുമോ ഖുർആനെ? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തന്നെ അതിന്റെ ഓത്ത് വേറൊരു ശൈലിയല്ലേ? എങ്ങനെയാണ് ഇത് ശൈലി വന്നത്? ഖുർആൻ അങ്ങനെ അവതരിച്ചതാണ്. അതിന്റെ പാരായണവും നബിക്ക് അവതരിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തതാണ്. നബി അങ്ങനെ ഓതിയതാണ്. കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലൂ അലൈക്കും ആയാതിനാ. നമ്മുടെ ആയത്ത് നിങ്ങൾക്ക് ഓതിത്തരുന്ന റസൂൽ. ഉമ്മിയായ ഒരു റസൂലിനെ ഓതാനേൽപ്പിക്കണമോ? സാക്ഷരരായ അറബികളുടെ കണ്ടം കൊടുക്കുമ്പോ ഓതിക്കൊടുക്കുന്നത് റസൂലാണ്. ആ ഓതിക്കൊടുക്കുന്ന റസൂൽ ഓതുമ്പോൾ വയുസക്കീക്കും. അങ്ങനെയാണ് ഈ സമുദായത്തിൽ തസ്കിയത്ത് നടക്കുന്നത്. ഖുർആന്റെ ഓത്തും പാരായണവും മനസ്സിനെയും റൂഹിനെയും സംസ്കരിക്കുന്നതിന് പാകമാണ്. അതിന് പറ്റുന്ന വിധം അല്ലാഹു വഹയാക്കിറക്കിയിട്ടുള്ള ഓത്ത്. അങ്ങനെ അല്ലാഹു ഓത്തും സിറാക്കി വെച്ചു. വഅൻ അത്ലുവൽ ഖുർആൻ, വഅൻ അത്ലുവൽ ഖുർആൻ. ഞാൻ ഓതാൻ, ഖുർആൻ ഓതിത്തരാൻ. അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഖുർആൻ ഓതിത്തരാൻ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഓതുക. ഇനി നമ്മളാരെങ്കിലും ഓതിയാലോ? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിശബ്ദമായി കാതുകൊടുത്ത് കേട്ടുകൊള്ളണം ഖുർആന്റെ ഓത്ത്. അലങ്കോലപ്പെടുത്തരുത്, അപശബ്ദമുണ്ടാക്കരുത്, നിശബ്ദമായിരുന്നു കേൾക്കണം. കേവലം ഒരു ഗന്ധമല്ല, പഠനഗന്ധമല്ല, അധ്യാപന ഗന്ധമല്ല, ആശയഗന്ധമല്ല, പാഠഗന്ധമല്ല, ടെക്സ്റ്റ് ബുക്കല്ല. ഇതിൽ ആശയങ്ങൾ പഠിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, സംസ്കരണം ഉദ്ദേശിച്ച് ഓത്ത് തന്നെയും വഹിയിറങ്ങിയിട്ടുള്ള ഈ ഗന്ധം ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ വളരെ രഹസ്യമുള്ള പരിശുദ്ധാത്മാവായ വെളിച്ചമായ
പ്രകാശമായ വിശുദ്ധ ഖുർആനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾക്ക് നൽകിയപ്പോ അതിന്റെ ദിവ്യ വെളിച്ചത്തിലൂടെയാണ് ഇന്നും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിഭാഷയും വായിച്ചുകൊണ്ടാണെന്ന് ധരിക്കരുത്. പരിഭാഷയെക്കാളേറെ ഈ വിശുദ്ധ ഖുർആനിന്റെ ദിവ്യമായ അതിന്റെ പരിശുദ്ധാത്മാവ് വെളിച്ചം എന്നതിന്റെ പ്രത്യേകത കൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ ഖുർആനിന്റെ ആ അമാനുഷികത അറബി ഭാഷയിലുള്ള അതിന്റെ ഘടനയിലും അതിന്റെ ശൈലിയിലും അല്ലാഹു തആല പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിനെ തകരാറാക്കുന്ന ഇടപാടാണ് വിശുദ്ധ ഖുർആനെ പരിഭാഷപ്പെടുത്തൽ. എല്ലാവരും സമ്മതിക്കുന്നില്ലേ? പരിഭാഷയ്ക്ക് ഖുർആനിന്റെ സ്ഥാനമില്ല, പരിഭാഷയ്ക്ക് ഖുർആന്റെ ഇജാസില്ല. ഇജാസില്ല അതുകൊണ്ട് ഖുർആന്റെ പരിഭാഷ എല്ലാവർക്കും ചെയ്യാതാ? അങ്ങനെയല്ല. ഇജാസില്ലാതെയാക്കുന്ന ഈ ഇടപാടിനൊരു വിധിയും വേണ്ടേ? അതെന്താ ചിന്തിക്കാത്തത്? ഇജാസുള്ള ഖുർആനെ ഇജാസില്ലാത്ത മനുഷ്യന്റെ ഭാഷയിലാക്കിയിട്ട് തോന്നിയാസം കാട്ടുമ്പോ അള്ളാഹു ഇറക്കിയ സംവിധാനത്തെ തകർത്തിട്ടൊരു കൂട്ടർ പരിശ്രമിക്കുമ്പോ ആ പരിശ്രമത്തിനൊരു വിധി വേണ്ടേ ഇസ്ലാമിൽ? അതിന്റെ വിധിയാണ് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കുന്നത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി വിവരിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ മൂല്യന്മാരാണ് ഇവിടെ കൂടിയിട്ടുള്ളത്, മൂല്യന്മാർക്കൊക്കെയും അറിയാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റേതായ പ്രത്യേകമായ ആ ശൈലി മാറ്റി നമ്മളെന്തെങ്കിലും തരത്തിൽ വിശുദ്ധ ഖുർആനെ കൈകാര്യം ചെയ്താൽ ആ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിനെ അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് ഹറാമാകുന്നു എന്നാണ് നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇമാമുകൾ വ്യക്തമായും പഠിപ്പിക്കുന്ന ആ ഭാഗം ശറഹുൽ മുഹദ്ദബിന്റെ 380 വളരെ വ്യക്തമായി പേജിൽ പറയാം. എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനിന്റെ തർജുമ ലൈസത്ത് ഖുർആനൻ, അത് ഖുർആനല്ല. വിശുദ്ധ ഖുർആനിന്റെ തർജുമ ഖുർആനല്ല, എല്ലാവർക്കും അറിയാം. തർജുമപ്പെടുത്തിയാലോ തുഹില്ലു ബിഇജാസിഹി ലിഅന്നൽ ഖുർആന മുഅ്ജിസ്, ഖുർആൻ മുഅ്ജിസാണ്. ഖുർആനിന്റെ ആ ഇജാസ് എന്ന സൃഷ്ട്യാതീതമായ ആ ഗുണം പരിഭാഷപ്പെടുത്തൽ കൊണ്ട് യസൂലുൽ ഇജാസ്, ഇജാസ് എന്ന് പറയുന്ന ആ ഗുണം നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോകുന്ന പണി ഒരു മനുഷ്യൻ നടത്തിയാൽ അതുകൊണ്ടത് ഹറാമാകുന്നു, ലാ യജൂസു, അത് ഹറാമാകുന്നു എന്ന് വളരെ വ്യക്തമായി നമ്മുടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നു. പേജുകളോളം അദ്ദേഹം ഉപന്യസിക്കുന്നു. ഒന്നും വേണ്ട, സാധാരണ എല്ലാവർക്കും തിരിയുന്നത്. ഇനി പുതിയ ആളുകളുടേതും എല്ലാം കേട്ട് ശ്രദ്ധിക്കുന്നവർ ഒറ്റ മസാല മതി ഇത് മനസ്സിലാക്കാൻ. ഒറ്റ മസാല, ഒരു മസാലയിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്താ? ആദ്യമായിട്ട് ഒരു കാടൻ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹത്തിന്റെ മേൽ നമസ്കാരത്തിന്റെ കാര്യം അത്യാവശ്യം വരുമ്പോൾ നിർബന്ധാവൂലേ? ആ നിർബന്ധം വരുന്ന മനുഷ്യൻ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഒരാളായി വരുമ്പോ അദ്ദേഹം നിസ്കാരത്തിൽ എങ്ങനെ എന്തു ചെയ്യണം എന്ന ഒരു വിഷയം ഏത് വിഭാഗവും പഠിപ്പിക്കണമല്ലോ. അത് നമ്മളെ കിതാബിൽ മാത്രം കണ്ടാ പോരാ. നമ്മളെ കിതാബിലെ വിവരിക്കുന്നുള്ളൂവെങ്കിൽ അടിയന്തരമാവും വിവരിക്കാത്തവർ അങ്ങനെ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടവരല്ലേ? ഫാത്തിഹ അറിയാത്തവരുണ്ടാവില്ലേ? ഓന് ഫാത്തിഹ ഒന്നും അറിഞ്ഞൂടാ, നിസ്കരിച്ചുകൂടാന്നാ പറ്റൂല. ഫാത്തിഹ അറിയാത്തവന് നിസ്കരിക്കണല്ലോ. ഫാത്തിഹയുടെ നേരം, ഫാത്തിഹ ഓതുന്ന അത്രയും സമയം അവനും അതേപോലെ ചെയ്യണമല്ലോ. എന്താ ചെയ്യാൻ? ഫാത്തിഹ അറിയാത്തവന്റെ ഒരൊറ്റ മസാല ചിന്തിച്ചാൽ മതി. ആ മസാലയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഫാത്തിഹ അറിയാത്തവന് പല പാഠങ്ങളുണ്ട്. മറ്റു ഖുർആനിന്റെ സൂക്തങ്ങൾ അറിയുമെങ്കിൽ അതോതാ. ഫാത്തിഹ തന്നെ പഠിക്കാൻ കഴിയാത്തവന് അതെന്നെ പഠിക്കാൻ കഴിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും അത് സാധ്യമാവൂല. 7 ഇനങ്ങളിലുള്ള ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പോലുള്ള 7 ഇനങ്ങളിലുള്ള ദിക്റുകൾ അവന് ചൊല്ലാം. ആ ദിക്റുകളും അറബിയിൽ അറിയില്ലെങ്കിൽ ആ ദിക്റുകളുടെ പരിഭാഷ ചൊല്ലാം. ആ ദിക്റുകളുടെ പരിഭാഷ ആ സമയത്ത് കൊണ്ടുവരാം. ആ പരിഭാഷയും അറിഞ്ഞുകൂടാ എന്ന് വന്നാൽ അവൻ പിന്നെ എന്താ പറയുന്നത്? വഖഫ ഖദറൽ ഫാത്തിഹ, ഫാത്തിഹന്റെ അത്രയും സമയം അവൻ നിൽക്കണം. ഫാത്തിഹ ഓതുന്നവരും നിൽക്കുന്നുണ്ടല്ലോ, നൃത്തത്തിലാണല്ലോ അവർ ഓതുന്നത്. അപ്പൊ നിൽക്കുക എന്നതിന് അവന് സാധ്യമാകും. അവൻ അത്രയും സമയം നിൽക്കണം. ആ നൃത്തം കൊണ്ടുവരുന്നിടത്ത് പ്രത്യേകം പറയുന്നു എല്ലാ ഇമാമിങ്ങളും ഖുർആനിന്റെ ഒരു അംശവും അവിടെ പരിഭാഷപ്പെടുത്താൻ അവൻ തുനിയരുത്, അവന് കിട്ടിയാലും. ഇപ്പൊ നല്ല എളുപ്പല്ലേ? ഖുർആന്റെ പരിഭാഷകൾ ധാരാളല്ലേ, 3 ഡസനല്ലേ?
ഈ 3 ഡസൻ ഖുർആൻ പരിഭാഷയിലെ ഏതെങ്കിലും ഒരു പരിഭാഷയിൽ നിന്ന് മലയാളം വഴങ്ങുന്ന ഒരു മനുഷ്യനെ അത് പഠിച്ചിട്ട് ആ മലയാളത്തിലെ പരിഭാഷ ഒരിക്കൽ വായിക്കുകയും പഠിക്കുകയും ചെയ്ത മനുഷ്യൻ നല്ലോപോലെ പഠിച്ചാൽ അതങ്ങ് കൊടുത്താൽ മതിയോ? പറ്റില്ല. അതങ്ങ് ഓതിയാൽ മതിയോ? പറ്റില്ല. ഖുർആന്റെ പരിഭാഷ പാടില്ല എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ടാണ് ഖുർആന്റെ പരിഭാഷ പറ്റില്ലാത്തത്? അത് നമ്മളെ KV മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ അടക്കമുള്ള ഖുർആനിന്റെ പരിഭാഷയെ ന്യായീകരിക്കുന്നവർ പറഞ്ഞു വരുമ്പം പറയാ ഖുർആന്റെ പരിഭാഷ ഖുർആനല്ലാത്തോണ്ട്. ഖുർആനായിരുന്നോ ദിക്ർ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ഖുർആനായിരുന്നോ? അല്ലല്ലോ. അല്ല, അത് അറബല്ലേ, അറബിലെ ദിക്റല്ലേ? അല്ല, ദിക്റിന്റെ പരിഭാഷ പറ്റുമല്ലോ. ദിക്ർ അറിയാത്തവന് ദിക്റിന്റെ പരിഭാഷ പറ്റൂലേ? അപ്പൊ മലയാളമോ മറ്റേതെങ്കിലും ഭാഷയോ അവനറിയാവുന്ന ഭാഷയിലെ വിവർത്തനം പറ്റുമല്ലോ. അപ്പൊ വിവർത്തനം കൊണ്ടല്ല നിസ്കാരത്തിൽ പറ്റാത്തത്, ഖുർആൻ അല്ലാത്തത് കൊണ്ടുമല്ല പറ്റാത്തത്. പിന്നെന്തേ പറ്റാത്തത്? ഇവൻ കാണിച്ചിരിക്കുന്ന ആ സംഗതി അനുവദനീയമല്ലാത്തതാണ്. ആ അനുവദനീയമല്ലാത്ത സംഗതി തീർത്തും അവഗണിക്കപ്പെടുന്നതും തോന്യാസവുമാണ്. അത്തോന്യാസം, അന്യകലാം, അവന്റെ സ്വന്തം ജൽപ്പനമായ ആ വാക്ക് അള്ളാന്റെ നിസ്കാരത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഇതാ മസാല. ഈ ഒരു മസാല പറയാത്ത ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങളില്ല. ശാഫിഈ മദ്ഹബിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളിലുമുണ്ട്. മാലിക്കി മദ്ഹബുകാരും പറയുന്നു, ഹംബലി മദ്ഹബുകാരും പറയുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റേതിൽ മാത്രം ഒരായത്തോ 2 ആയത്തോ ഒക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നിടത്ത് അതിന്റെ ഒരു പരിഭാഷന്റെ വാക്കായാലും മതി എന്ന് കാണാം. അതിൽ നിന്ന് തന്നെ അദ്ദേഹം മടങ്ങി എന്ന അർത്ഥത്തിൽ മുല്ലാരിയുൽ കാരിയെ പോലുള്ളവരും ശറഹു ഹഖീഖത്തു ത്വഹാബിയിൽ നിന്നുമൊക്കെ പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ചിട്ടുമുണ്ട്. നാം ആ മദ്ഹബിന്റെ തർക്കങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും പോയാൽ സമയം ദീർഘിച്ചു പോകും. ഇരിക്കട്ടെ, ശാഫിഈ മദ്ഹബിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ പരിഭാഷയല്ല എന്ന്. എന്തേ ഇതിന്റെ കുഴപ്പം? പരിഭാഷ എന്ന തോതിൽ കൊണ്ടുവരുന്നത് ഖുർആനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ഫലമില്ല. ഖുർആനിന്റെ പരിഭാഷ എന്നത് ആർക്കും സാധ്യമല്ല എന്ന് ന്യായം പറഞ്ഞിട്ടും ഫലമില്ല. ആരൊരാൾ മൊഴി മാറ്റിക്കൊണ്ട് ഖുർആനെ കൊണ്ടുവന്നോ മറ്റുള്ളവർ ചിന്തിക്കുന്നത് അത് ഖുർആനിന്റെ മറ്റൊരു ഭാഷയിലുള്ള തുല്യ ഭാഗമാണ് എന്നാണ്. അങ്ങനെയാണല്ലോ നാം മനസ്സിലാക്കുന്നത്. ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ പരിഭാഷ അത് നെഹ്റുവിന്റെ വാക്കുകളായ പോലെ, മറ്റേതെങ്കിലും ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പരിഭാഷ ആ പുസ്തകത്തിന്റെ വാക്കുകളായ പോലെ, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാക്കിയ ആളുകൾ മനസ്സിലാക്കും. ഇജാസുള്ള വിശുദ്ധ ഖുർആനിന് ബദൽ സ്വന്തമായി ഇജാസില്ലാത്തതും സ്വന്തമായി ജൽപ്പിച്ചതുമായ ഇവന്റെ ഈ പരിഭാഷ ഒരിക്കലും ബദലാവൂല. അതുകൊണ്ട് തന്നെ ഖുർആന്റെ ഇജാസ് നഷ്ടപ്പെടുത്തുന്ന ഈ പണിയെ വിശുദ്ധ ഖുർആന് തുല്യമായ ഒരു സൂക്തം കൊണ്ടുവന്നതായോ ഒരു അധ്യായം കൊണ്ടുവന്നതായോ ആളുകൾ ധരിക്കും. ഇങ്ങനെ ധരിക്കുന്നത് തന്നെയാണ് അപകടകരം. ആകെയിൽ തന്നെ ഇസ്ലാം ദീൻ നിലകൊള്ളുന്നത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിലാണ്. ആ മുഅ്ജിസത്താവട്ടെ വിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്താവട്ടെ ഇതിന് തുല്യം ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല എന്ന വെല്ലുവിളിയിലാണ്. ഈ വെല്ലുവിളി ചെറുതായി കാണരുത്. അറബ് തിരിയുന്ന എത്രയെത്ര ക്രിസ്ത്യൻ പണ്ഡിതന്മാരുണ്ട്, അറബ് തിരിയുന്ന എത്രയെത്ര മതവിരോധികളുണ്ട്, അറബി ഭാഷ തിരിയുന്ന എത്രയെത്ര മുടിചൂടാനന്മാരുണ്ട്, അമുസ്ലിമീങ്ങളായ എത്ര അറബ് സാഹിത്യകാരന്മാരുണ്ട്. ലോകം ഇത്രയും കാലം പിന്നിട്ടിട്ടും വിശുദ്ധ ഖുർആനിന്റെ അധ്യായത്തിന് തുല്യമായ ഒരു ചെറിയ അധ്യായം വന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അലങ്കോലപ്പെടുത്താൻ ക്രിസ്ത്യൻ പാതിരിമാർ ഇസ്ലാമിന്റെ ഖുർആന്റെ ഗ്രന്ഥത്തിന് നേരെ കയ്യേറ്റം നടത്താൻ തിരിഞ്ഞത്? കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ടാ. കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഈ വെല്ലുവിളി ഇന്നും പൊളിച്ചൂടെ? അപ്പൊ പൊളിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഈ വെല്ലുവിളിയെ പൊളിഞ്ഞുപോയി എന്ന് സാധാരണക്കാർ ധരിക്കുന്ന അപകടകരമായ ഒരവസ്ഥ വരുത്താൻ വഴിവെക്കുമ്പോൾ അത് കഠിന തെറ്റാണ്. 3 വിധത്തിൽ അതിന്റെ തെറ്റുവരുമെന്ന് ഞങ്ങളുടെ മാർഗദർശി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ നാദാപുരത്തവോർ കീഴനവോർ അല്ലാഹു അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മെ ഇരു ലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ബിസ്മി തർജുമത്തിൽ ഖുർആനി ജുവിസ അൻ യുതാ ബിമിസ്ലിൻ അലാ മാ ഖററൽ ഫുഖഹാ. നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ദൃഢീകരിച്ചത് പ്രകാരം വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എന്നത് കഴിയുമോ കഴിയില്ലയോ എന്നത് വിഷയമല്ല. ആ പേരിൽ ഒന്ന് കൊണ്ടുവരാൻ, അങ്ങനെ കൊണ്ടുവന്നാൽ വിശുദ്ധ ഖുർആനിന് തുല്യമായിട്ടുള്ളൊരു ഭാഗമാണ് ആ കൊണ്ടുവരുന്നത്. ഏതൊരു ഭാഗത്തിന്റെ പരിഭാഷയാണോ അതാ ഭാഗത്തിന് തുല്യമാണ്. അങ്ങനെ തുല്യമായി കൊണ്ടുവരിക എന്ന ഒരു
സംഗതി നമ്മുടെ ഫുഖഹാ ദൃഢീകരിച്ചു സമർത്ഥിച്ചത് പ്രകാരം അനുവദനീയമല്ല, നിഷിദ്ധമാണ്. എന്തേ നിഷിദ്ധമാകാൻ? ഫഫീഹി തക്ദീബു ഖൗലില്ലാഹി ഔ കദിബു ബുഹ്തുൻ വഅളമു തൽബീസിൻ അലസ്സുഫഹാ. അതിൽ 3 തരം അപകടങ്ങൾ മഹാനരേവർക്കും തിരിയുന്ന രീതിയിൽ സമർത്ഥിക്കുകയാണ്. ഒന്ന്, ഇതിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല എന്നത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിൽ കാണാം. ഫഇല്ലം തഫ്അലൂ വലം തഫ്അലൂ ഫത്തഖുൻ നാറല്ലതീ വഖൂദുഹൻ നാസു വൽ ഹിജാറ. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, നിങ്ങൾ ആവുന്നവരെ മുഴുവൻ വിളിച്ചോളൂ, മനുഷ്യരെ മുഴുവൻ വിളിച്ചോളൂ, ജിന്നിനെ മുഴുവൻ വിളിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരാനാവുമോ എന്ന് നോക്കൂ. പരിശ്രമിച്ചാൽ ആവില്ല എന്ന് ബോധ്യപ്പെടും. വലം തഫ്അലൂ, ആവില്ലെങ്കിൽ എന്ന് പറഞ്ഞല്ല നിർത്തല്ല, നിങ്ങൾക്കതിനാവുകയുമില്ല എന്ന് അല്ലാഹു തആല തീർത്തും പറയുന്നു. അല്ലാഹു തആല ഗണ്ഡിതമായി വിശുദ്ധ ഖുർആനിന് തുല്യമായി ഒരു അധ്യായം കൊണ്ടുവരാൻ ചെറുതുപോലും കഴിയില്ല എന്ന് പറയുമ്പോ കഴിയും മറ്റൊരു ഭാഷയിൽ എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഇത് അള്ളാഹുവിന്റെ വാക്ക് കള്ളമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് തുല്യമാണ്. ഇത് അള്ളാഹുവിന്റെ വാക്ക് കള്ളമാക്കലാണ്, ഒരപകടം. ഔകരിബും ബുഹ്തുൻ, അല്ലെങ്കിൽ തനിച്ച വ്യാജമായ കരുതിക്കൂട്ടിയുള്ള നുണയാണിത്. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എന്നതിന് പറയുന്നുണ്ടല്ലോ, മൊഴിമാറ്റം എന്നതിന് പറയുന്നുണ്ടല്ലോ, വിവർത്തനം എന്നതിന് പറയുന്നുണ്ടല്ലോ. ഈ വിവർത്തനം എന്ന് പറയുന്നത് ഖുർആനിന് തുല്യമല്ലയോ? അല്ലെങ്കിൽ പിന്നെ വിവർത്തനം എന്ന ഒന്ന് നിങ്ങൾ ഇതിന് പറയുന്നത് കരുന്നുണയാണ്, പെരുന്നുണയാണ്, അതും തെറ്റാണ്. വഅഅ്ലമു തൽബീസിൻ അലസ്സുഫഹാ, പാമരന്മാരായ ജനങ്ങളാവട്ടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി, ഖുർആന് തുല്യമാണ് ഇതെന്ന് മനസ്സിലാക്കി ഖുർആന് പകരം ഇതിനെ ഉദ്ധരിക്കും, ഖുർആന്റെ പരിഭാഷയാണെന്ന് ധരിക്കും. നിങ്ങൾ പരിഭാഷയല്ല, പരിഭാഷ എന്ന് പറയുന്നില്ല, പരിഭാഷ എന്ന് മാറ്റി വ്യാഖ്യാനമാക്കാം എന്നതുകൊണ്ട് കാര്യമായില്ല. ആളുകൾ അതുകൊണ്ട് വിഷമത്തിലാകും, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറ്റമുണ്ട്. ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം പതിയിരിക്കുന്ന ഈ വേല ചെറിയ വേലയല്ല. കുല്ലുൽ ഫസാദില്ലദീ മിൻ കുല്ലി മുബ്തദിഇ ഫിദ്ദുരി അഹ്വനു മിൻഹു ഇൻദ അഹ്ലിഹാ. ഏത് വിദ്യാർത്ഥികാരിൽ നിന്ന് വരുന്ന എന്തെല്ലാം കെടുതികളും നാശങ്ങളുമുണ്ടോ ആ നാശങ്ങൾ അത്രയും ബുദ്ധിയുള്ളവരുടെ അടുക്കൽ ഇതിനേക്കാൾ ലളിതമാണ്, ഇതതിലും അപകടകരമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്ന നാശം അടിസ്ഥാനപരമായി അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മുഅ്ജിസത്തിന്റെ കടക്കലല്ലേ കത്തിവെക്കുന്നത്. നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നതിന്റെ തെളിവ് ഖുർആനിന് തുല്യമായിട്ടുള്ള ഒരു ചെറിയ സൂക്തം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണെങ്കിൽ തുല്യമായ ഗ്രന്ഥം തന്നെ ഭാഷ മാറ്റി കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പരിശ്രമിക്കുന്നതും വെളിക്കിറക്കുന്നതും അള്ളാഹുവിന്റെ വാക്യത്തിന് നേരെയും അള്ളാഹുവിന്റെ കലാമിന്റെ ഇജാസിന് നേരെയുമുള്ള കൊഞ്ഞനം കുത്തലും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമവുമാവുമ്പോ നബിയുടെ മുഅ്ജിസത്തിനെയാണ് തകർക്കുന്നത്. നിങ്ങൾ തകർത്തതുകൊണ്ട് അത് തകരില്ലെങ്കിലും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണത്. ശ്രമമാണെന്നില്ലെങ്കിലും അങ്ങനെ മറ്റുള്ളവർ ധരിക്കും. കണ്ടില്ലേ, മലയാള ഖുർആൻ, ഇംഗ്ലീഷ് ഖുർആൻ, കെവിയുടെ ഖുർആൻ, CNN-ന്റെ ഖുർആൻ എന്ന് നമ്മളിടയിൽ വിവാദവും തർക്കങ്ങളൊന്നും അറിയാത്ത ഇടമറുക് ഖുർആനെ വിമർശിച്ചപ്പോ പറഞ്ഞില്ലേ, ഇത് പറയും. അതുകൊണ്ട് തന്നെ അപകടകരമായ ഈ വേലയോളം ഇസ്ലാമിന് നാശമുള്ള മറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ വിശുദ്ധം, ഈ നിലപാട് വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനെ തകിടം മറിക്കും. പോരെങ്കിൽ തെറ്റായ ആശയങ്ങൾ, വികലമായ ആശയങ്ങൾ ധാരാളം വരും. അറബി ഭാഷ പോലെ സമ്പുഷ്ടമായ ഭാഷ ലോകത്ത് വേറെ ഇല്ല. അതാണ് അല്ലാഹു അറബി ഭാഷയെ തന്നെ ഇതിന് തിരഞ്ഞെടുക്കാൻ കാരണം. മുഅ്ജിസത്തായിട്ടുള്ള അല്ലാഹുവിന്റെ കലാമിനെ അറബിയായ നബിയിലേക്ക് അറബി സമൂഹത്തെ അതിന് മുൻപ് ഒരുക്കി വെച്ചുകൊണ്ട് എത്ര കൊല്ലം മുമ്പ് അതൊക്കെ ഒരുക്കണമെന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അങ്ങനെ ഇറാഖിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിക്ക് ഹാജർ എന്ന വെള്ളാട്ടിയിലുണ്ടാകുന്ന കുട്ടിയെ വിജനമായ ഒരു പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് പാർപ്പിക്കുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ. ആ ഇസ്മായിൽ അലൈഹിസ്സലാം സംസാരിക്കുമ്പോൾ അവിടെ അന്ന് പാർത്തിരുന്ന കാർമാരോ മറ്റോ ആയിട്ടുള്ള ആളുകളുടെ ആ അറബ് ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആൻ അവതരിക്കാനിരിക്കുന്ന സമ്പുഷ്ടമായ സാഹിത്യ ഭാഷയായ ഫസീഹായ അറബിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സംസാരിക്കുന്നു. ജോർദാൻ നദി വിട്ടുകടന്ന്
നിധിക്കര കടന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംസാരിച്ച് അബ്റാനി ഭാഷ ഉടലെടുത്തതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സ്വന്തമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അറബിയിലെ സാഹിത്യ ഭാഷ വന്നപ്പോൾ പുതിയ ഒരു ഭാഷയുടെ പിറവി എന്ന വണ്ണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രനിലൂടെ അറബി എന്ന ഒരു സമൂഹത്തിന് ബീജാവാപം നൽകപ്പെടുകയായിരുന്നു. അങ്ങനത്തെ ഒരു സമൂഹം 2,000-3,000 വർഷങ്ങൾ ഒരുക്കൂടിയിട്ടൊരു വലിയ സമൂഹമായി മാറിയതിൽ ശേഷം യമനിലും ഹിജാസിലുമായി ജസീറത്തുൽ അറബിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമായി വിശാലമായതിനു ശേഷം അറബിയായ നബിയിലൂടെ അറബിയായ ഫസീഹായ ഖുർആനെ അല്ലാഹു തആല കൊണ്ടുവരുമ്പോ ഈ ഭാഷയിൽ തന്നെ ഉള്ള പ്രത്യേകത കണ്ടിട്ടല്ലേ ഇതിനെ ലോക ജനതയ്ക്ക് അല്ലാഹു തആലാന്റെ ഉദ്ബോധനമായിട്ട് അല്ലാഹു തആല മുഅ്ജിസായി ഇറക്കുന്നത്. ഈ ഭാഷയെ അലങ്കോലപ്പെടുത്തി മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു ഭാഷക്കും പവറില്ല. വിശുദ്ധ ഖുർആന്റെ ഒരുപാട് വാക്യങ്ങൾ ഇതിന് പറ്റാത്തതുണ്ട്. ഞാൻ ഉദ്ധരിക്കട്ടെ, ഏതാനും ചെറുത് മാത്രം ഉദ്ധരിക്കട്ടെ, 1-2 ഇമാം അഹ്മദ് ഇബ്നു ഫാരിസ് 4-ാം നൂറ്റാണ്ടിലെ അറബി ഭാഷ പണ്ഡിതനാണ്. ഇബ്നു ഫാരിസ് എന്ന് നഹ്വിലും മറ്റും അറിയപ്പെടുന്ന മഹാൻ. അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയെ ഒരുപാട് വിമർശിച്ചിട്ട് കാര്യകാരണ സഹിതം വിവരിക്കുന്നുണ്ട്. ഇബ്നു ഖുതൈബ വിവരിക്കുന്നുണ്ട്. അവരൊക്കെ വിവരിക്കുന്ന കൂട്ടത്തിൽ ഇബ്നു ഫാരിസിന്റെ വിവരണം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? വിശുദ്ധമായ ഖുർആനെ അറബി തെരഞ്ഞെടുക്കാൻ അറബി ഭാഷയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അറബി ഭാഷയിലുള്ളതുപോലെ സാഹിത്യാലങ്കാരങ്ങൾ സമ്പുഷ്ടമായി വ്യാപകമായി നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഭാഷയില്ല. വിശുദ്ധ അറബി പോലെ മറ്റൊരാൾക്ക് വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വേറൊരു ഭാഷയില്ല. വിശുദ്ധ അറബിന്റെ പോലെ ആശയങ്ങൾ ചുരുക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വാചകങ്ങൾ വേറെ ഭാഷയിലില്ല. അലങ്കാരങ്ങളില്ല, ഉപമകളില്ല. ഇത്തരം അലങ്കാരങ്ങളൊക്കെ മറ്റൊരു ഭാഷയിൽ വിവർത്തനം ചെയ്യാൻ പോലും കഴിയില്ല എന്ന് പറയുന്നത് മാത്രം അദ്ദേഹം 1-2 ഉദാഹരണം പറഞ്ഞു. ഞാൻ 1-2 മാത്രം ഉദ്ധരിക്കാം. وَإِمَّا تَخَافَنَّ مِنْ قَوْمٍ خِيَانَةً فَانبِذْ إِلَيْهِمْ عَلَى سَوَاءٍ. ഇബ്നു ഫാരിസ് പറയാ, വിശുദ്ധ ഖുർആനിലെ ഒരു വാക്യമാണ് സൂറത്തുൽ അംഫാലിലെ 58-ാം വാക്യം. വളരെ ചെറിയ വാക്യമാണ്. وَإِمَّا تَخَافَنَّ مِنْ قَوْمٍ خِيَانَةً فَانبِذْ إِلَيْهِمْ عَلى سَوَاءٍ. ഞാൻ ഒറ്റക്ക് അർത്ഥം വെക്കാം. وَإِمَّا تَخَافَنَّ, നിങ്ങൾ പേടിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടേക്കോട്ടെ, തങ്ങൾ പേടിച്ചാൽ, മിൻ ഖൗമിൻ, എതിരാളികളായ ഒരു ഗോത്രത്തെ തൊട്ട്, ഖിയാനത്തൻ, വല്ല വഞ്ചനയും, ഫംബിദ് ഇലൈഹിം, അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക, അലാ സവാ, സമത്തിൽ എറിഞ്ഞു കൊടുക്കുക, ചതി പേടിച്ചാൽ. ഒറ്റ വാക്യ. എന്തേ ഇതിൽ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല. അറബി ഭാഷയിൽ വാസ്തവത്തിൽ ഈ വാക്യത്തിന് നല്ല അർത്ഥമുണ്ട്. ഭാഷയിൽ പ്രചാരപ്പെട്ടൊരു വാക്കാണിത്, കേവലം ഒരു വാക്കല്ല. ഭാഷയിൽ പ്രചാരപ്പെട്ട ഈ വാക്കിന് വിശദമായ ഒരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താ? ഇൻകാന ബൈനക വബൈന ഖൗമിൻ ഹുദ്ന